എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച സ്വരാക്ഷരങ്ങളുടെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം സ്വരാക്ഷരങ്ങൾ പഠിച്ചത് ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അന്ന് പറഞ്ഞതിൽ ബാക്കിയാണ്. നമ്മളിത് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണെങ്കിൽ കൂടി അത് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. ഇത് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് വരുന്നത് ഇതുപോലെ ഒരു ചിഹ്നമാണ്. നമ്മൾ പല വാക്കുകളിലും ഉപയോഗിക്കുന്നതാണ്. അത് വാ എന്നാണ് വരുന്നത്. ഇപ്പം സായുടെ കൂടെ വാ വന്നു കഴിഞ്ഞാൽ സ്വ എന്നാവും. അതുപോലെ ഈ ചിഹ്നം യാ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. യാ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലപോലെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. വ്യക്തി, വ്യാ, സദ്യ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഉച്ചരിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും യാ വരുന്നത്. അടുത്തത് എഴുതിയത് ചന്ദ്രകലയാണ്. ചന്ദ്രകലയ്ക്ക് പോലും നമ്മൾ സൗണ്ടാണ് വരുന്നത്. ഇതെല്ലാം സൗണ്ടാണ് വരുന്നത്. ചിഹ്നമായിട്ട് നമുക്ക് ചിഹ്നം ഉപയോഗിക്കുന്നുവെങ്കിലും ഇതെല്ലാം സൗണ്ടിൽ വരും. ക്ക്, വ് അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ എഴുതിയ ചിഹ്നം ഇതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. ഞാൻ ഇപ്പോൾ രണ്ടാമത് എഴുതിയ പോലെ ഇത് വരുന്നത് റാ എന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് പ്രാവ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.